കൂടാതെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹം വിദേശത്ത് പോയതിനു ശേഷം ഇന്ത്യയിലെ ജുഡീഷ്യറി ഉൾപ്പെടെ ഉള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർന്നു തരിപ്പണമായി എന്നാണ് വിളിച്ചു പറയുന്നത്. കൂടാതെ നമ്മുടെ ശത്രു രാജ്യമായ ചൈനയിൽ പോയിട്ട് അവരുമായി രഹസ്യ കരാറുകൾ ഉണ്ടാക്കുന്നു. തിരികെ വന്നതിന് ശേഷം നമ്മുടെ സായുധ സേനയുടെ ആത്മവീര്യം തകർക്കുന്ന രീതിയിലുള്ള നിരവധി പ്രസ്താവനകൾ ഇറക്കുന്നു. പുൽവാമയിലെ ഭീകരവാദി ആക്രമണത്തിന് ശേഷം ഇന്ത്യ ബാലാക്കോട്ട് ആക്രമണം നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം ചോദിച്ചത് അവിടെ ആക്രമണം നടത്തിയതിനുള്ള തെളിവ് തരാനാണ്. കാരണം അദ്ദേഹം നമ്മുടെ സേനയെ അവിശ്വസിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ എത്ര ഫൈറ്റർ പ്ലെയിനാണ് നഷ്ടമായത് എന്ന് പറയാനാണ് അദ്ദേഹം മോഡിയോട് ആവശ്യപ്പെട്ടത്. അഗ്നിവീർ, അഗ്നിപത്ത് എന്നിവയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ, ഇന്ത്യൻ സൈനികരെ ചൈനീസ് പട്ടാളം അടിച്ചോടിക്കുന്നു എന്ന് ഒരു തെളിവിൻ്റെയും അടിസ്ഥാനമില്ലാതെ നടത്തിയ പ്രസ്താവന, അതുപോലെ തന്നെ 2000-ഓളം ഏക്കറോ ഹെക്ടറോ വസ്തു ചൈനീസ് പട്ടാളം നമ്മുടേത് പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള അടിസ്ഥാനരഹിതമായ പ്രസ്താവന, ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ നേതാവിന് യോജിക്കാത്ത പ്രസ്താവനകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സഹോദരനും സഹോദരിക്കും സുരക്ഷ തേടി ഇവിടെ നമ്മുടെ വയനാട്ട് വന്ന് മത്സരിക്കേണ്ടി വന്നത്.